ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചില്ലേ നിങ്ങളുടെ പൈസ കംപ്ലീറ്റ് പോകും. ഞാൻ തമാശ പറഞ്ഞല്ല, നമ്മൾ മലയാളികൾ 90% ആൾക്കാർ എഫ് ഡിയിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ എഫ് ഡി ശരിക്കും സേഫ് ആണോ? ഒരിക്കലും അല്ല. എന്തുകൊണ്ടാണ് എഫ് ഡി സേഫ് അല്ലാത്തത് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മളെല്ലാവരും എഫ് ഡിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് തരുന്ന ഏത് ബാങ്ക് ആണോ അതിലേക്കായിരിക്കും നമ്മൾ പോയി എഫ് ഡി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല നല്ല ബാങ്കുകളായിരിക്കാം. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ പൈസ പോകുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതായത് നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ബാങ്ക് ഇൻ കേസ് പൊട്ടി പോവുക, അല്ലെങ്കിൽ ഈ ബാങ്കിന് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം വന്ന് ബാങ്ക് നിർത്തി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ RBI വെറും 5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഇൻഷുർ ചെയ്യുന്നത്. അതായത് നിങ്ങൾ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാലും കാര്യമില്ല, വെറും 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇങ്ങനൊരു സാഹചര്യം വന്നാൽ തിരിച്ചു കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എഫ് ഡി എപ്പോഴും സേഫ് അല്ല. ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഈ ഒരു കാര്യം പലർക്കും അറിയില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് മാർക്കറ്റിന്റെ റിസ്ക് അവിടെയുണ്ട്, പക്ഷേ എഫ് ഡിയെ സംബന്ധിച്ച് ബാങ്കുകളുടെ റിസ്ക്കും അവിടെയുണ്ട്. അപ്പം എല്ലാ എഫ് ഡി ഇൻവെസ്റ്റ്മെന്റും സേഫ് അല്ല. എന്നാൽ കുറച്ച് സേഫ് ആയിട്ടുള്ള ബാങ്കുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫിനാൻഷ്യൽ കണ്ടന്റ്സിന് വേണ്ടി എന്തായാലും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.